ഇത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ടയെന്ന് വെച്ചാൽ ഇത് സാധാരണ കൊഴുക്കട്ടയല്ല, ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊഴുക്കട്ട റെസിപ്പിയാണ് ഇട്ടത്. അകത്ത് ഞാൻ ഫില്ലിങ്ങിൽ നാളികേരത്തിനൊപ്പം മറ്റൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുമാതിരി ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം. ചേർത്ത് ഉടനെ തന്നെ ഇളക്കിക്കോളൂ, അല്ലെങ്കിൽ അത് കട്ടി പിടിക്കും. കാരണം തിളച്ച വെള്ളത്തിൽ നമ്മൾ റവ ചേർത്തതേ. അതുകൊണ്ട് നല്ലതുമാതിരി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ പരുവത്തിൽ നല്ല കട്ടിയായിട്ട് എടുക്കുക. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോളാക്കി വയ്ക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ക്യാരറ്റ് പെട്ടെന്ന് വേകുന്ന കാരണം അധികം ഒന്ന് ചൂടാക്കിയാൽ മതി. അതൊരു 2 മിനിറ്റ് കൊണ്ട് അത് വഴറ്റി കിട്ടും. ക്യാരറ്റ് എത്രയുണ്ടോ അത്രയും അളവിൽ നാളികേരം ഗ്രേറ്റ് ചെയ്തതും കൂടി എടുക്കണേ. രണ്ടും കൂടി 1 മിനിറ്റ് ചൂടാക്കുമ്പോഴത്തേക്കും നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകും. നല്ലതുമാതിരി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ശർക്കരയും കൂടി ചേർക്കുക. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക കേട്ടോ. അതും കൂടി ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടും. മധുരം ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കണേ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് റെഡി. ഓക്കെ, ഇതായിട്ട് കുഴച്ച് മാറ്റി വെച്ച റവയൊന്നും എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് നല്ല മാരിയൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതും കൂടി ഇങ്ങോട്ട് എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൊഴുക്കട്ടയുടെ കവറിങ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നല്ലതുമാതിരി മിക്സ് ചെയ്തിട്ട് ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലതുമാതിരി ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് നല്ലതുമാതിരി ഒന്ന് അരിക് പിടിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഫില്ലിങ് കൂടി നിറയ്ക്കുക. എന്നിട്ട് നല്ലമാതിരി കവർ ചെയ്യുക കേട്ടോ. ഇതുമാതിരി എല്ലാം മാവ് മൊത്തം നമുക്ക് ഉരുട്ടിയെടുക്കാം. 7 കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. അടുത്തതായി കൊഴുക്കട്ടയ്ക്ക് ഡിസൈൻ ഉണ്ടാക്കാം. നമ്മൾ ഈ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുമാതിരിയുള്ള കവറില്ലേ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അല്പം ഒന്ന് നെയ്യൊന്ന് പുരട്ടിക്കോളൂ കേട്ടോ. അതിലേക്ക് ഒരു ബോൾ വെച്ചിട്ട് ഇതുമാതിരി ഒന്ന് വലിച്ചിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂ ഇതുമാതിരി ടെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ആ ഷേപ്പ് അതിനകത്തിന് ശരിക്കും വന്ന് കണ്ടോ, ഇതുമാതിരി വരും. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിൽ അല്പം ഒന്ന് നെയ്യ് പുരട്ടുന്നത്. അപ്പോൾ നമുക്ക് അതും റെഡിയായി. അടുത്ത എന്താണെന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീമിൽ വേവിച്ചെടുക്കണം. അതിനായി ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് സെറ്റ് ചെയ്ത് വയ്ക്കുവാണേ. അതൊന്ന് വെയിറ്റ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരു തട്ടിൽ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇഡ്ഡലി പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന തട്ടൊന്ന് ഇറക്കി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വച്ചേക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ അത് പെട്ടെന്നങ്ങ് വേവും. വെറും 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടി.
ഇനി നമുക്കത് എല്ലാം ഓരോന്നായിട്ടെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കൊഴുക്കട്ടയ്ക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഒത്തിരി ഹെൽത്തിയാണ്. ക്യാരറ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്. മാത്രമല്ല അരിപ്പൊടിയുടെ ആവശ്യമില്ല. ഇച്ചിരി റവയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമൻസൊക്കെ എഴുതി അയക്കണം. ഓക്കെ, ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.